എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കലാർ. JS യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടമാങ്ങ അച്ചാർ. മാങ്ങ സീസണിൻ്റെ മാങ്ങ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി അതെടുത്ത് നാട്ടുപുറത്തോ അച്ഛൻ്റെ മേലെ ഈ സാധനം വെച്ചിട്ട് എന്നിട്ട് ഈ മാങ്ങ സീസൺ അല്ലാത്ത സമയത്ത് ഈ സാധനം എടുത്തിട്ട് അത് മാങ്ങ അരിഞ്ഞിട്ട് ചുമ്മാ ഉപ്പല്ല, മാങ്ങ അരിഞ്ഞിട്ട് ഉപ്പ് തേച്ച് ഉണക്കി ആണ് സാധാരണ വയ്ക്കുന്നത്. അതിനാണ് ഈ അടമാങ്ങ എന്ന് പറയുന്നത്. അത് ഈ കർക്കിടക മാസം അല്ലെങ്കിൽ ഈ മഴ വരുന്ന സമയങ്ങളിലൊക്കെ ഈ മാങ്ങ ഇല്ലാത്ത സമയത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചെനച്ച മാങ്ങയാണ്, കുറച്ച് വിളഞ്ഞ പഴുക്കാറായ മാങ്ങയാണ്, എന്നാൽ പഴുത്തതല്ല. ചെറിയ മധുരമുണ്ട്, പുളിയുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് അടമാങ്ങ അച്ചാർ ആക്കാൻ സാധനം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ചെനച്ച മാങ്ങ കണ്ടിച്ച് അരിഞ്ഞ് ഉപ്പ് തേച്ച് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി വെച്ചേക്കുന്ന സാധനമാണ്. നമുക്ക് ഇത് അങ്ങനെ എടുത്ത് ഒരിക്കലും നമുക്ക് അച്ചാറിടാൻ കഴിയില്ല. കാരണം എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ആവി കയറ്റി ഈ സാധനം ഒന്ന് നന്നായിപ്പെടുത്തും. അതിനുശേഷം നമ്മൾ അച്ചാർ. ഓക്കെ, നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം. വെള്ളം ചൂടായി വരുന്നുണ്ട്. നല്ല അലുവ പോലെ ഇരിക്കും നമ്മൾ അച്ചാറിട്ട് കഴിക്കുന്നത്. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ എല്ലാം നിറച്ചു, വെള്ളം തിളച്ച് വരുന്നു, ചൂടായിട്ടുണ്ട്. നമുക്ക് കൊണ്ട് മൂടി വെക്കും. കാരണം ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മയപ്പെടുത്തി നമുക്ക് അത് അലുവ പോലെ ആ അച്ചാറിൻ്റെ പീസസ് അങ്ങനെ ചെയ്യും. ഒരു പ്രാവശ്യം ഇത് ചെയ്യാതെ നമ്മളങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മറ്റേ ഈ ചിലപ്പം ഈ അച്ചാർ കഴിക്കുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഓണം കീറിയിട്ട് പല്ല് തേക്കാൻ പറ്റാത്ത ചില അവസ്ഥകളൊക്കെ വരാം. അപ്പം ഇനിയുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഇനിയിപ്പം രസകരമായ ചില എൻ്റെ അനുഭവ കഥകളിലൂടെ സിനിമാ ജീവിതം ഒക്കെ ഞാൻ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നിന്നും ആവി കയറ്റിയ മാങ്ങ എടുത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ കുതിരാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ചീനിച്ചട്ടി ചൂടായി കിടക്കുന്നു. ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. കടുകിട്ടു. വറ്റൽമുളകിൻ്റെ ഇങ്ങനെ മുറിച്ച് വെച്ചേക്കുന്നു. വറ്റൽമുളക് ഇട്ടതിന് ശേഷം തീയാണ്. കട്ടക്കായമാണത്. കട്ടക്കായം ചൂടാക്കി നല്ല പരിശീലിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പൊടിയാണ്. അപ്പം ഈ സാധനമാണ് ഞാൻ അടമാങ്ങ അച്ചാർ. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു, കാരണം നല്ലൊരു എണ്ണ തിളച്ച് കിടക്കായിരുന്നു. അപ്പം ഇതിലേക്ക് നമുക്ക് 6 സ്പൂൺ മുളക് പൊടിയുണ്ട്, അരച്ചു. ഇതിന് ശേഷം ഉലുവാപ്പൊടിയാണ്. അതാ ഇതാ ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. ഇളക്കുക. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തേക്കും കൊണ്ട് വലിയ പേടിക്കാൻ നല്ല
ഇതുണ്ടോ കുതിരാൻ വെച്ചേക്കുന്ന മാങ്ങ നമുക്ക് പയ്യെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഈ മാങ്ങയുടെ പ്രോസസ്സ് ഞാൻ ഒന്നും കൂടെ പറയാം. ആദ്യം ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇഡ്ഡലിക്കുട്ടത്തിൽ വെച്ച് ആവി കയറ്റി പുറത്തെടുത്തതിന് ശേഷം പിന്നീട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച സാധനമാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപ്പ് ഇട്ടാണ് ഞാൻ വെയിലത്ത് വെച്ച് സംഭവം ഉണക്കി. അപ്പം അതുകൊണ്ട് ഇതിന് വലിയ ഉപ്പിടേണ്ട ആവശ്യമില്ല. എന്നാലും പേരിന് ഞാനൊരു ശകലം കല്ലിട്ടുള്ളൂ. കാരണം ഓൾറെഡി ഇതിന് ഉപ്പ് പുരട്ടി നമ്മൾ ഉണക്കാൻ വെച്ചിരുന്നത് കൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കണം. നല്ല ചൂട് ചോറിനകത്തിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പം നമ്മുടെ അടമാങ്ങ അച്ചാർ ഏകദേശം നല്ല പരുവായി നല്ല ഫിനിഷായി ഇരിക്കുകയാണ്. കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇത് നമ്മൾ ഭരണിയിൽ സൂക്ഷിക്കണം. ഭരണിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നീട് വർഷങ്ങളോളം ഇത് ഒരു കേടും കൂടാതെ ഇരിക്കുമെന്ന് ഞാൻ 100% വാക്ക് തരുന്നു. ഇതിന് അടിപൊളിയാണ്. ഞാൻ ഉപ്പ് അധികം ഇടാത്ത, പക്ഷേ കായത്തിൻ്റെയൊക്കെ ആ മണവും ആ രുചിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കാരണം ഇത് ചെറിയ മധുരങ്ങളുണ്ട് ഈ മാങ്ങയ്ക്ക്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഇവനെ അങ്ങോട്ട് നല്ല ചൂട് ചോറെടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അങ്ങോട്ട് ഞെരടി നന്നായിട്ട് അങ്ങോട്ട് വലിയ ഉരുളിയാക്കിയിട്ട് പണ്ടത്തെ കർണോക്കന്മാരൊക്കെ തരാറില്ല വലിയ ഉരുള, അതേപോലെ ആക്കിയിട്ട് അത് കഴിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇത് സാധാരണ ഒരു കടുമാങ്ങയോ ഒരു നാരങ്ങ അച്ചാറോ പോലെ അല്ല. അടമാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യലാണ്. നിങ്ങൾ കണ്ടു. ഇതുപോലെ ഫ്രീ ടൈമുകളിൽ നിങ്ങളെല്ലാവരും ചെയ്യണം. നന്ദി, നമസ്കാരം.